കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജാനോ കാലിദ്, ഇൻസി അലോഷ്യസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അരുൺ ബോസ് സംവിധാനം ചെയ്ത് റിലീസിനൊരുങ്ങുന്ന മാരിവില്യൻ ഗോപുരങ്ങളുടെ പ്രസ് മീറ്റിനാണ് നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചേക്കുന്നത്. നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രസ് മീറ്റ് ആണ്. ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ്. മാരിവില്യൻ ഗോപുരങ്ങൾ എന്റെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് ലൂക്കയ്ക്ക് ശേഷം. 2019 ലൂക്ക ഇറങ്ങിയത്. അപ്പൊ ഈ വർഷം നമ്മളിപ്പം അടുത്ത ചിത്രത്തിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മാരിവില്യൻ ഗോപുരങ്ങൾ ഒരു അർബൻ ഫാമിലി ഡ്രാമയാണ്, ഒരു എന്റർടൈനർ ആണ്, എൻഡ് ടു എൻഡ് ഒരു ഫൺ ഫിലിമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രസ് മീറ്റിന് വന്നുചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിയാദക്ക കോക്കേഴ്സ് ഫിലിപ്സിന്റെ അമരക്കാരനാണ്. സിയാദക്കയും സിയാദക്കയുടെ മകൾ ഷർമീൻ സിയാദ്. ഷർമീൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെ എല്ലാവരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിൻസി അലോഷ്യസ്, സർജാനോ ഖാലിദ്, ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, പിന്നെ ഞാൻ വസിഷ്ഠ് ഉമേഷ്, ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ പ്രമോദ് മോഹൻ. ഒഫീഷ്യലി ഇത് ഷെറിൻ, ഷിൻഡോ, റോണി, മീനാക്ഷി ഇവരാണ് 4 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 4 കഥാപാത്രങ്ങൾ സിനിമയിലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമ ആയിരുന്നെങ്കിൽ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു എൻഡ് ടു എൻഡ് ഫൺ ഫിലിം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ. എന്നാൽ അതിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, 4 ചെറുപ്പക്കാരുടെ ലൈഫില്, 2 കപ്പിളുടെ ലൈഫിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കുള്ള 4 കഥാപാത്രങ്ങളാണ്. അവരൊരുമിച്ച് ഒരു കുടുംബമാണ്. ആ കുടുംബം അവരൊരുമിച്ച് ഒരു കുടക്കീഴിൽ ഏതാനും മാസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറെ നല്ല നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്ന കുറെ ഏറെ അവരുടെ ലൈഫിലെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറെ ഇൻസിഡൻസ്, ഇതാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഇന്ത്യയുടെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ഞാൻ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ വന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി എന്റർടൈനർ ആണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോന്റെ സഹോദരനായ റോണി, ഷിൻഡോന്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, ഇവർ 4 പേരുടെയും കഥയാണ്. 4 പേരുടെയും ലൈഫിലുണ്ടാവുന്ന ചില ക്രൈസിസുകൾ. അതങ്ങനെ ഒരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല, പക്ഷെ ഇവരുടെ 4 പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ. പക്ഷെ ഈ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സിയാദക്കയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം. പാട്ടുകൾ ഇപ്പോ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു 5 or 6 സോങ്സ് നമുക്കുണ്ട്. 6 പാട്ടുകളുണ്ട്. അതിലിപ്പോ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് അല്ലേ ഉള്ളൂ, 3 സോങ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്ട്. നല്ലൊരു എന്റർടൈൻമെന്റ് ഒരുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രുതി. നമസ്കാരം. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്ലൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സെലിബ്രേഷൻ ആണ്, ഒരു ഫൺ ഫാമിലി എന്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിന്റെ ഈ ടീം, കോക്കേഴ്സ് മീഡിയ ഇൻ ദ ബാനർ, വിദ്യാസാഗർ ജി ഇൻ ദ മ്യൂസിക്. അപ്പോ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. തന്നെയല്ല, കുട്ടികൾക്ക് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു വലിയ എലിമെന്റ് ഈ സിനിമയിലുണ്ട്. അതിലധികം വിഷ്വൽസ് ഒന്നും നമ്മൾ ഇതുവരെ ടീസറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ 1-2 സ്നിപ്പറ്റ്സ് ഉണ്ട്. ഒരു എൻറ്റയർ സെഗ്മെന്റ് ഓഫ് ദി ഫിലിം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ സിനിമയിലുണ്ട്. ഒരു കോമിക് കാരിക്കേച്ചറിസ്റ്റ് പോർഷൻ സിനിമയിലുണ്ട്. അത് ഡെഫിനറ്റ്ലി വർക്ക് ആവും. കാരണം അങ്ങനെ ഒരു അറ്റംപ്റ്റ് അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പൊ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫൺ പാക്ഡ് എന്റർടൈൻമെന്റ് ഫിലിമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയ ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയിച്ച സീൻസും ഡബ് ചെയ്തപ്പോൾ കണ്ട സിനിമയും പിന്നെ വായിച്ച സ്ക്രിപ്റ്റും വെച്ചിട്ട് എനിക്ക് ജെന്യുവൻലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ആൾക്കാർക്ക് കണക്ട് ആവുന്ന സിനിമയായിരിക്കണം. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും പോയി സിനിമ കാണാൻ. നല്ല സിനിമയായിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഹായ്. ഇതുവരെ എൻ്റെ കരിയറിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. എൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മാരിവില്ലൻ ഗോപുരങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോപ്പ് ഉണ്ട്. കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇപ്പം പറഞ്ഞ പോലെ വശിഷ്, അതുപോലെ സുചിച്ചി, ഇന്ദ്രേട്ടൻ, സർജാനോ, ഇവരുടെ കൂടെയൊക്കെ ഉള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു. നല്ലൊരു എന്താ പറയാ ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയുള്ള സീൻസ് ഒക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ആസ് എ ഓൾ നോക്കുമ്പം ഒരുപാട് ഹോപ്പുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന ഒരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം. അപ്പം ആ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പി വൈബ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ ഒക്കെ നിങ്ങൾ കാണുമ്പം നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സോ കാണണം. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ പല വേദികളിലും പല പ്രാവശ്യമായിട്ട് ഞാൻ പേഴ്സണലി കണ്ടുമുട്ടാറുള്ള ആൾക്കാരാണ് നിങ്ങളെല്ലാവരും തന്നെ. നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളെ ഒരു ഫ്രണ്ട്സ് പ്രസ് മീറ്റാണ്. നമ്മളെല്ലാവരും ഒന്നായി നിന്നുള്ള ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അതേ ഫോക്കസ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. രണ്ടാമത്തെ കാര്യം, ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് ഫോക്കസ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഉദിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മൂത്ത മകളായ ഷെർമീൻ അതിൽ താല്പര്യം കാണിക്കുകയും
അവര് ആദ്യമായിട്ട് കുറി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹവും ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ഫോക്കസ് മീഡിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്ഫുൾ, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ മനസ്സിലൊരു താങ്ക്ഫുൾ ഒരു പറയേണ്ടത് മിസ്റ്റർ വിദ്യാജിയാണ്. ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിന്റെ ഓരോ സോങ്സും കൊണ്ടുവന്നത്. അല്ലെ കണ്ടവാനം അതില് അതേമാതിരി തന്നെ നമ്മുടെ ലിറിസിസ്റ്റ് വിനായക ശശികുമാർ, അദ്ദേഹം നല്ല വരികൾ, ഞങ്ങള് എല്ലാരും മോഞ്ചുളിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രകൃതത്തിലുള്ള, ഞാൻ പറയണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട് ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മർ ഇൻ ബത്ലേഹം എന്ന് പറയുന്ന എന്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും എന്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്, അതിന് സംശയമില്ല. എല്ലാരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷെർജാൻ ആണെങ്കിലും ശ്രുതി ആണെങ്കിലും എല്ലാരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ പടത്തിൽ പോകുന്നത് ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതില് വരികയും അതേമാതിരി തന്നെ പിക്ചറൈസേഷൻ, ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ശ്യാം, അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത്. ആൻഡ് താങ്ക്സ് ടു അവർ ലിറ്റിൽ ബോയ് വസിഷ്ഠ്, ബിക്കോസ് ഇതില് നേരത്തെ ഇന്റർവ്യൂസ് സൂചിപ്പിച്ച മാതിരി തന്നെ കുട്ടികൾക്ക് വരെ എന്റർടൈൻമെന്റ് ഈ സിനിമയിലുണ്ട്. ബിക്കോസ് അദ്ദേഹം ഈ വസിഷ്ഠ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഷിൻഡോ എന്ന് പറയുന്ന നമ്മുടെ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറെ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ ആ ഒരു പോർഷൻ എന്റർടൈൻമെന്റ്, എന്നാൽ കഥയില് ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മ്യൂസിക് ഞങ്ങളുടെ സോങ്സ് പുറത്തു വിട്ട സമയത്തുമൊക്കെ തന്നെ അത് യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള മീഡിയാസിലൊക്കെ ആണെങ്കിലും അത് 1 മില്യൺ എബോവ് കവറേജ് കിട്ടിയ സോങ്സ് ആണ്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. ബിക്കോസ് എന്റെ പടങ്ങളിൽ, ഞാൻ ഫോക്കസ് ഫിലിംസ് ചെയ്തിരിക്കുന്ന പടങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും സബ്ജക്റ്റുമായി തന്നെ അതിന്റെ മ്യൂസിക്കും വരാറുണ്ട്. പാട്ടുകൾ ഹിറ്റാവും, വെദർ പിക്ചർ ഈസ് സക്സസ് ഓർ നോട്ട്. എന്റെ പാട്ടുകൾ ഇന്നും FM ട്രാൻസ്മിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 പാട്ടെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. സോ പീപ്പിൾ ലൈക്സ് ദാറ്റ്. അപ്പൊ അതേമാതിരി തന്നെയുള്ള ഒരു സോങ്സ് സിറ്റുവേഷൻസ് ആണ് ഇതിലുള്ളത്. അത് അവര് ആ പാട്ട് കേട്ടിട്ട്, ആ സോങ്സ് കേട്ടതിന് ശേഷം മനസ്സിൽ നിറച്ചതിന് ശേഷമാണ് ആ പാട്ട് സീക്വൻസസ് തന്നെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിന്റെ ഡയറക്ടർ അരുൺ ആൻഡ് പ്രമോദ്, അവർ ഈ പടം ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ തീമുമായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഒരു സജഷനാണ്, ഹ്യൂമർ എലിമെന്റ് നമുക്കിതിൽ മിസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന് ആംപിൾ ചാൻസസ് ഉണ്ട് ആ സീക്വൻസ് വൈസ്. അങ്ങനെ അവര് പ്രമോദിന് വലിയൊരു താങ്ക്സ്. വേറൊന്നുമല്ല, അരുണും പ്രമോദും കൂടി ഇരുന്ന് രണ്ടാമത് അത് കറക്റ്റ് ചെയ്തു. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പൊ
അപ്പൊ അത് അതേമാതിരി സംഭവിച്ചിട്ടുണ്ട്. ഈ പടം തീർച്ചയായിട്ടും ഒരു ഫാമിലി എന്റർടൈൻമെന്റ് വിത്ത് മ്യൂസിക്കൽ. ഇപ്പൊ ഓടുന്ന പല പടങ്ങളിലും തന്നെ ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു ശാഖയാണ് സിനിമയുടെ പാട്ടുകൾ. പക്ഷെ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 പാട്ടുകളും ഉണ്ട് ഈ സിനിമയിൽ. അതിൽ 3 പാട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്ക് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇപ്പൊ കുറെ പടങ്ങൾ റിലീസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ ഈ പടം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും അതിന് ആ സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരിക, ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് തരിക. വേറൊന്നുമല്ല, ഒരു ചേഞ്ച് ഫാമിലി ഡ്രാമാസ് എന്ന് പറയുന്ന ചേഞ്ച് ആയിട്ടുള്ള ഒരു സിനിമയാണത്. അതെനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാം. നിങ്ങൾ ഓരോരുത്തരെയും അത് കണ്ടതിന് ശേഷം നിങ്ങളും സമ്മതിക്കും അത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫാമിലി സ്റ്റോറി ആണ് എന്നുള്ളതിൽ. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട്സും ഞാൻ എല്ലായ്പ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പടങ്ങൾക്കും, എൻ്റെ ഓരോ പ്രോഡക്ട്സിനും. അത് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇനിയും വേണം. ഈ സമയങ്ങളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് ഇതിന്റെ റിലീസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഗുഡ് ഈവനിങ്. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ ദറ്റ് യു ആർ ഓൾ ഹിയർ. ആക്ച്വലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, ഒരു ടീം കൊണ്ടുവരുന്ന ഒരു ലൈക്ക് ഈ പറഞ്ഞ ഒരു ലൈക്ക് നമുക്ക് ഈ സിനിമ എന്താണെന്നുള്ളത് ശരിക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു എഫേർട്ട് എന്നുള്ള ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ എല്ലാവരും സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫൈനൽ ഒരു ഔട്ട്കം വന്നിരിക്കുന്നത്. സോ പ്രോബബ്ലി നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സിനിമയിലും ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ബേസിക്കലി a team effort and I'm thankful to all the characters who actually have like put in their maximum effort to this. Thank you. നമസ്കാരം, ഞാൻ പ്രമോദ് മോഹൻ. ഞാനാണ് സിനിമയുടെ തിരക്കഥാകൃത്ത്. ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിലൊക്കെ കണ്ടുള്ള സിറ്റ്കോം സീരീസുകളുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു പ്രധാന കഥാപാത്രമല്ല, 4 പ്രൊട്ടഗണിസ്റ്റുകളുണ്ട്. അവരുടെയൊക്കെ പേഴ്സണൽ പ്രൊഫഷണൽ ഇഷ്യൂസും അത് സോൾവ് ചെയ്യുന്നതും ഒരുമിച്ച് അങ്ങനെ ഒരു കുടുംബമായിട്ട് അത് തരണം ചെയ്യുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചർ. അപ്പോൾ അതിൽ ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഈക്വൽ ബ്ലെൻഡിലുണ്ട്. നമ്മളെല്ലാവരും വളരെ എൻജോയ് തന്നെയാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. എല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ കൊടുക്കുന്ന ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ സിനിമയില് ഒരു നല്ല റോള് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു ക്രൂവിന്റെ കൂടെ ചെയ്യാൻ പറ്റി. പിന്നെ ഈ സിനിമയിൽ എനിക്ക് പുതിയ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റണ്ടൊക്കെ ഉണ്ട്, പിന്നെ ഡാൻസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ കുറെ ദിവസമായി ഇത് ഇറങ്ങാൻ കാത്തിക്കണു. നല്ല വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഒരു വളരെ ഒരു കൊളാബറേറ്റീവ് ജേർണിയാണ്. അപ്പൊ ഇത് നമ്മളെല്ലാവരും ആസ് എ ടീം, മോർ ദാൻ എ ടീം, ആസ് എ ഫാമിലി ആദ്യം മുതലേ. ഇപ്പൊ കോക്കസിൽ ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി എന്റെ തിരക്കഥാകൃത്ത് പ്രമോദും ഞാനും ഈ സബ്ജക്ട് റെഡിയായിട്ട് ആദ്യം കോക്കസ് ചെല്ലുന്ന ആക്ടേഴ്സിന്റെ ഡേറ്റ് ആയിട്ടല്ല, ഞാൻ പറയാറുണ്ട്. ഇവരുടെ ആരുടെയും ഡേറ്റ് കൊണ്ടല്ല ചെല്ലുന്നത്. ഫോക്കസ് ആയിട്ട് സംസാരിക്കുന്ന നമ്മൾ സബ്ജക്റ്റ് ആണ്. ഇങ്ങനെയൊരു കോണ്ടന്റ് ആണ്, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ. ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഇങ്ങനെ ഒരു ഫൺ ഫാമിലി, ഒരു സെലിബ്രേഷന്റെ സ്വഭാവമുള്ള സിനിമയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ഫോക്കസ് അത് എഗ്രി ചെയ്യുന്നു. പിന്നെ സിയാദിക്കാണെങ്കിൽ നമുക്ക് ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം, ഇതിന് റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരാണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളൂ. അതിനുശേഷമാണ് ഇന്ദ്രേടനെ കാണുന്നതും ശ്രുതിയെ കാണുന്നതും സർജാനെ കാണുന്നതും. ഇവരാണ് ഇതിന്റെ റൈറ്റ് കാസ്റ്റിംഗ്, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇവരുടെ കെമിസ്ട്രി കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹ്യൂമർ വർക്ക്ഔട്ട് ആവില്ല. എപ്പോഴും പറയല്ലോ, ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഹ്യൂമർ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത്. എന്നെ സംബന്ധിച്ച് ഹ്യൂമർ
എന്റെ ആദ്യത്തെ പരിശ്രമമാണ്. ലൂക്ക കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡ്രാമയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എൻഡ് ടു എൻഡ്, നമ്മളെല്ലാ പ്രമുഖ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സിറ്റുവേഷനിൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടാവുന്ന ഹ്യൂമർ ആണ്, ക്ലൗണിങ് അല്ല, കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട്. പിന്നെ ഇത് റിലേറ്റബിൾ ആണ്. ഇത് അർബൻ കപ്പിൾസിന് മാത്രമുള്ള സ്റ്റോറി അല്ല. നമ്മൾ അങ്ങനെ അർബൻ കപ്പിൾസ് എന്ന് പറഞ്ഞെങ്കിലും സി മിഡിൽ ക്ലാസ് കപ്പിൾ ഫ്രം എനിവെയർ, ഏത് ജോഗ്രഫിയിലെ ഒരു മിഡിൽ ക്ലാസ്സിനും ഈസി ആയിട്ട് കണക്ട് ആകും. അവരുടെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ പ്രശ്നങ്ങളാണ് ഈ 4 കഥാപാത്രങ്ങളും അവരനുഭവിക്കുന്ന കോമൺ പ്രശ്നങ്ങളാണ് സിനിമ. പക്ഷെ അത് ഡീൽ ചെയ്യുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഫൺ എന്റർടൈൻമെന്റ് സ്വഭാവത്തിലാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് കേൾക്കാം അല്ലേ? Had any questions? അങ്ങനെ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇത് 2 തരം ഫാമിലി, അത് 2 ജനറേഷൻ ടൈപ്പ് അങ്ങനത്തെ ഒരു ഫാമിലി എക്സാക്ട് അത് തന്നെ. ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയുണ്ട്, പഴയ ജനറേഷൻ ചിന്തിക്കുന്ന ആ ഒരു ട്രാക്കും ഉണ്ട്. ഇന്ത്യയിലെ ഏതിലാണ് വിശ്വസിക്കുന്നത് കുറച്ചുകൂടെ? അല്ല, അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല. ഇതിനകത്ത് നമ്മളങ്ങനെ ജഡ്ജ്മെന്റലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട്, പലതരം റിലേഷൻഷിപ്സ് ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓരോന്നാണ്. അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി, എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവാണ്. ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വന്ന രീതി, അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കഥകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. നമ്മൾ അങ്ങനെ ഒന്നും ജഡ്ജ്മെന്റിലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല. അത് സിനിമയുടെ ഭാഗമായിട്ട്, എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഹൈ ശ്രുതി, നീരജ് എന്നൊരു സിനിമയ്ക്ക് ശേഷം ചെയ്യുന്നത് അങ്ങനെ അത്ര ബോൾഡായിട്ടൊരു കഥാപാത്രം ചെയ്യുന്നതിന് ശേഷം കാണുന്നത് ഇതാണ്. എന്താണ് ഈ കഥാപാത്രത്തെ കണ്ട ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ടീം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ആണ്. എനിക്ക് പൊതുവെ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോണർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞ ജോണറിൽ ആ ഒരു സീനിന്റെ ഒരു ഭാഗമാക്കാൻ അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ജോണർ, ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ടർ എടുത്താണ് ലൂക്ക വലിയൊരു ഹിറ്റ് ആയിരുന്നു. അതായത് ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ആയാലും ശരി, പെർഫോമൻസ് ആയാലും ശരി, സ്റ്റോറി വൈസ് ശരി, വളരെയധികം കുറെ ചേഞ്ചസ് ഉണ്ട്. നല്ലൊരു ഫിലിം ആയിരുന്നത്. അതിൽ നിന്ന് മാരിവില്ലും ഗോപുരങ്ങൾ, അതായത് കുറെ ഒരു ഫൺ എന്റർടൈനിങ് അല്ലെ ഫാമിലി റിലേറ്റഡ് സിനിമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാനുള്ള കാരണം? ആസ് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ്. ഇതിൽ കോമൺ ആയിട്ട് പ്രോബ്ലി ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ്, റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രോബ്ലി ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പൊ നമ്മള് ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ, ഇപ്പൊ മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമകൾ, ഭരതന്റെ സിനിമകൾ റിലേഷൻഷിപ്പിലാണ്. ഇതിൽ അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടിയാണ്. ഇമോഷൻസ് കറക്റ്റ് ആയില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ വർക്ക് ആവില്ല. ഫോർ ലൂക്ക കുറച്ച് ബ്രേവ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡ്, തുടക്കവും ട്രാജിക്കൽ എൻഡും, പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻസ് ആണ്. അതിന്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അത് 2 സീസൺസ് ആണ്. സമ്മർ സമയത്ത് നടക്കുന്ന ടൊവിനോയുടെയും ഹാനയുടെയും കഥാപാത്രങ്ങളുടെ പ്രണയം, ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനെസ്സിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരന്റെ പ്രണയം. ഇത് പാരലൽ സ്റ്റോറീസ് ആണ്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരിവില്ലിൻ ഗോപുരം. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ജോണറിലുള്ള സിനിമയായിരിക്കാം. എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ്, ഹ്യൂമൻ ഇമോഷൻസ്, എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ്, ആണും പെണ്ണും എന്നുള്ള പ്രഹേളികയിൽ എന്താണ് വേറെ ഉള്ളത്? വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള 2 സ്പീഷീസ് ആണ് ലിറ്ററലി ആണും പെണ്ണും. അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട്, ഐ മീൻ ഒരു കൂരയ്ക്കുള്ളിൽ അവർ ജീവിക്കുന്നു. അതിലും ഏറ്റവും വലിയ മിസ്റ്ററി എന്താണുള്ളത്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും, ഭാര്യമാരുണ്ടാവും, ഭാര്യമാരെന്നല്ല, ഓരോരുത്തർക്കും അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. പക്ഷെ
എന്നും നിങ്ങൾ തല്ലുപിടിക്കാറുണ്ട്, എന്നും നിങ്ങൾ ഒരുമിക്കാറുമുണ്ട്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്റെ അഡ്വഞ്ചർ ആയിരുന്നു. ലിറ്ററലി ഒരു കോമഡി സിനിമ, എൻഡ് ടു എൻഡ് നമ്മളെ എന്റർടൈൻ ചെയ്യുന്നത് എന്ന് കരുതി ഇതൊരു ഒരു ക്ലൗണിങ് സിനിമയല്ല, ഇതൊരു സട്ടേറിക്കൽ സിനിമയല്ല, സിറ്റുവേഷണൽ കോമഡിയാണ്. പ്രമോദ്, ഞാൻ ഈ മെയിൻ കോൺസെപ്റ്റ് ചിന്തിച്ച ശേഷം, ഈ കോൺസെപ്റ്റ് ബേസിക്കലി ആക്ച്വലി 3 ക്യാരക്ടർ, ഷിൻഡോ, ഷെറിൻ, മീനാക്ഷി, റോണി ആയിരുന്നു അന്ന് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവേണ്ടിയിരുന്ന കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളുടെ ഒരു ആർക്കും ഒരു ബേസ് ഇതും ആയിട്ടാണ് ഞാൻ പ്രമോദിനെ മീറ്റ് ചെയ്യുന്നത്. പ്രമോദ് കുറച്ചും കൂടെ ഇങ്ങനത്തെ ജോണർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തിരക്കഥാകൃത്താണെന്ന് അറിയാം. മറ്റൊരു സുഹൃത്തുക്കളുമാണ്, ഞങ്ങൾ ഒരു സിനിമയിൽ തന്നെ മറ്റൊരു ആർട്ടിസ്റ്റ് സുഹൃത്ത് വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. അന്ന് പ്രമോദുമായി ഡിസ്കസ് ചെയ്ത് പിന്നെ ഏതാണ്ട് കൊറോണയുടെ സെക്കൻഡ് ഫേസ് ഏതാണ്ട് 1 വർഷത്തോളം ലിറ്ററലി ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ ഇതിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് ഉദ്ദേശിച്ചിരുന്നത് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്രണ്ട് സീരീസ് കാണാറുണ്ടല്ലോ, ഓരോ സിറ്റുവേഷനിൽ ജനറേറ്റ് ചെയ്യുന്ന കോമഡി എന്ന് കരുതി ഒരു സ്കിറ്റ് സ്വഭാവമുള്ള സിനിമയാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു യൂണിവേഴ്സ് ആണ്. ഇവരുടെ യൂണിവേഴ്സിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. റോണിയുടെയും ഷിൻഡോയുടെയും ഷെറിന്റെയും മീനാക്ഷിയുടെയും ലോകത്തിലേക്ക് ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റിയ, പിന്നെ ഇവരുടെ കൂടെ വസിഷ്ഠന്റെ കൂടെ വളരെ എൻജോയബിൾ ആയ ഒരു ജേർണി ആയിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. അത് പർപ്പസ്ഫുള്ളി തന്നെ ചെയ്തതാണ്, ആ ജോർഡറിനുള്ള താല്പര്യം കൊണ്ട് തന്നെ ചെയ്തതാണ്. അതായത് റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ വലിയ, ഇപ്പൊ ലൂക്കയിലായാലും ശരി, അവർ രണ്ടുപേരും റിലേഷൻഷിപ്പ് അത് വളരെ യൂണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. അതിൽ ഒരു നോർമൽ കണ്ടുവരുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ, അങ്ങനെ ഒരു ട്രാക്ക് അല്ല ഫീൽ ചെയ്തത്. ഇതിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെ ആദ്യമേ തന്നെ ടീച്ചറിൽ നമുക്ക്. ഞാൻ പ്രത്യേകം പറയാം, ഞാൻ പേഴ്സണലി വെറുതെയുള്ള പൈങ്കിളി റൊമാൻസുകളിൽ അത്ര താല്പര്യം എനിക്കില്ല. കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിച്ച് ഇസ് റിയൽ, നമ്മുടെ കൺമുൻപിൽ കാണുന്ന യഥാർത്ഥമായ പ്രണയങ്ങൾ മാത്രമല്ല, പാർട്ട്ണർഷിപ്പ് എന്നാണ് ഞാൻ പറയാം, ഫ്രണ്ട്ഷിപ്പ്, പാർട്ട്ണർഷിപ്പ്. ഇപ്പൊ ഷിൻഡോയുടെയും ഷെറിന്റെയും ഇക്വേഷൻ ടോട്ടലി ഡിഫറെന്റ് ആണ് റോണിയുടെയും മീനാക്ഷിയുടെ ഇക്വേഷൻ. ഇവര് ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വളരെ വ്യത്യസ്തമാണ് അവരുടെ ചിന്താഗതി. ഇങ്ങനെയുള്ള ഇവരുടെ ഈ പാർട്ട്ണർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ്, ഇത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. എനിക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് കൂടുതൽ ഇഷ്ടം. അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ അങ്ങനെ ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരൊറ്റ പാട്ട് വേണ്ടി വരത്തുള്ളൂ, ആ സംബന്ധം ആ പാട്ട് അങ്ങനെ ഒരു ടൈറ്റിൽ മനഃപൂർവ്വം ഇട്ടാണോ സിറ്റുവേഷൻ ആയിട്ട് കഥയുടെ റിലേറ്റ് ചെയ്ത് അങ്ങനെ വന്നു? തിരക്കഥയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ഒരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഒരു മാരിവില്ല് എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സിംബലാണ്. പിന്നെ ഫോക്കസിന്റെ പ്രൊഡക്ഷനിൽ വരുന്നതും സിയാദക്കായിട്ട് സംസാരിക്കുന്നതും പിന്നെ വിദ്യാജി ഇതിന്റെ കമ്പോണന്റ് ആയിട്ട് വരുന്നതും. അപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു ചർച്ചയിൽ ചിന്തിച്ചു, ഓക്കെ, മാരിവില്ല് പോലെ സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം വേറെ ഇല്ല. പിന്നെ ഇവർ ഈ 4 പേരും വസിഷ്ഠം ഒക്കെ ശരിക്കും ലിറ്ററലി പല കളേഴ്സ് പോലെയാണ് ഈ സിനിമയുടെ. ഈ പല കളേഴ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു വലിയ മാരിവില്ലാണ്. ഈ ഗോപുരങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സിറ്റി തന്നെയാണ്, കൊച്ചി സിറ്റിയിൽ നടക്കുന്ന കഥയാണ്. നമ്മൾ സിനിമ മുഴുവനായിട്ടും കൊച്ചിയിൽ സിറ്റി തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റിയില് മഴവില്ല് പോലുള്ള ആഘോഷഭരിതമായ ഒരു സിംബൽ, ഈ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ചേർന്ന് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത്രയും അതുകൊണ്ട് മീൻ ചെയ്തുള്ളൂ. അത് ആ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. സർജാനു, ഹായ്. രാസ്തയ്ക്ക് ശേഷം വരുന്നൊരു ചിത്രമാണ്. അന്ന് രാസ്തയുടെ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അതേപോലത്തെ ഒരു സർവൈവിങ് അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ചെയ്യുന്ന ഒരു കഥാപാത്രം, അതേപോലെ കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഇച്ചിരി താല്പര്യം തോന്നിയത്. ഈ സിനിമ കുറച്ചുകൂടെ ഹ്യൂമറാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത്? ഇതിൽ ഞാനൊരു ഷെഫായിട്ടാണ് എന്റെ ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം ഹ്യൂമറാണ്. എനിക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ടില്ല. ബിൻസിയോട് അഭിനയിക്കുമ്പം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. മോസ്റ്റ്ലി ഞങ്ങള് പെയറിങ് ആയതുകൊണ്ട് വിൻസി കുറച്ചുകൂടെ ഹ്യൂമർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരു ആക്ട്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് റിയാക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞങ്ങൾ നല്ല സിങ്ക് ആയിരുന്നു അഭിനയിക്കുമ്പോൾ, അത് എല്ലാവരുമായിട്ടും എനിക്കുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്.
ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും. ഇവർ രണ്ടുപേരും ഇവരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതും സാധിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. മൊത്തം സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ഒരു എനർജി ഉണ്ടാവുമല്ലോ. എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമ. സർജാനു എങ്ങനത്തെ റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? ഒരു മാരേജ് കമ്മിറ്റഡ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണോ, അതോ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം ആ സിനിമയിലെ കഥാപാത്രം അതുപോലത്തെ ഒരു ഇതാണ്, അപ്പൊ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പാണ് കൂടുതൽ വിശ്വസിക്കുന്നത് സർജാനു? എനിക്ക് എല്ലാ റിലേഷൻഷിപ്സും എങ്ങനെയാണെങ്കിലും ഒരാളിനെ മറ്റൊരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഏത് റിലേഷൻഷിപ്പും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും അപ്പം കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ സെയിം. എല്ലാവരും റെസ്പെക്ട് ചെയ്യുക, ലിവ് ഇൻ ലെറ്റ് ലിവ്. ഇപ്പം നമ്മളിപ്പം എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പടത്തിന്റെ ഒരു മെയിൻ പരിപാടി, ലിവ് ഇൻ ലെറ്റ് ലിവ്. വിൻസി ഹായ്. കരിയർ നല്ല രീതിയിൽ, അതായത് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ഒന്നും സമയം വരാതെ ലെവലായിട്ട് ഓരോ ആ ഗ്രാഫ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ കേസ് ഓഫ് കേസ് അവർ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം ഇങ്ങനെ ഒരാൾ ചെയ്തോ, ഈ വ്യക്തിയാണോ ഇത് ചെയ്തത് എന്നൊരു ചർച്ച വരെ ഉണ്ട് ഉണ്ടായത്. അത് ഓസ്കാർ ലെവലിലൊക്കെ പോയാൽ അത് വേറൊരു ഇതാണ്. അപ്പം ഈ സിനിമയിലെ ഈ കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല കുറച്ചൊരു ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂമർ അപ്പം ഞാൻ നായകൻ എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് വന്നവരാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്, ഇമോഷണൽ. അപ്പം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സൗദി വെള്ളക്കയിൽ ഒരു ചെറിയൊരു റോൾ വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതില് മുഴുനീള ആ ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല, പക്ഷെ സിറ്റുവേഷനലി ആ ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വിൻസി പറയുന്നത് ഇവരിങ്ങനെ ടീച്ചറിനകത്ത് പറയുന്നുണ്ട് ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോലെ ഇങ്ങനത്തെ ആ ഒരു വിൻസി എങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, അതിലൊരു ലീഗൽ ബോണ്ടിങ് അങ്ങനെ അത് വേണമെന്നില്ല, അത് മനസ്സുകളുടെ ബോണ്ടിങ് ആണ് എന്നൊക്കെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇപ്പം ഇതില് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ്. ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം അവരുടെ ചോയ്സുകളാണ്. ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, ഞങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നുള്ളത്. നമ്മള് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എന്ത് തോന്നുന്നല്ല, ഇപ്പം എനിക്ക് മാരേജ് അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ 2 years അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. എന്റെ പാർട്ട്ണറും കൂടി വരട്ടെ, പാർട്ട്ണറിന്റെയും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവുക, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല. ചേട്ടന്റെ സിനിമകളായാലും ശരി, വളരെ ചൂസ് ചെയ്ത് ഒരുപാട് സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ല, സിനിമകൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ നിൽക്കണം, അല്ലെ ആ കഥാപാത്രം നിൽക്കുക എന്നുള്ളതായിരിക്കും ഓരോ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത്. ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ചൂസ് ചെയ്യായിട്ട്, ശരിക്കും അങ്ങനെയാണോ? തീർച്ചയായിട്ടുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഞാൻ കുറച്ചൊരു കാലയളവിന് ശേഷമാണ് ഇപ്പൊ ഒരു സിനിമയുടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യായിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യണം? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല, എന്റെ അത്രയും ചെയ്തു അല്ല, അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 calories അല്ലെങ്കിൽ 800 calories ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല.
പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഒരു വരുവാണെങ്കിൽ ചെയ്യാൻ താല്പര്യം? തീർച്ചയായിട്ടും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. അതിപ്പോ അതിന് ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എന്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് കാണുന്നു. ഇപ്പൊ നമ്മൾ എന്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ എടുത്തത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞു ക്ലാസ്മേറ്റ്സ് പോലൊരു സിനിമ, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ പറഞ്ഞു തിരിഞ്ഞ അതാത് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടൻ ഒരു വലിയ ബ്ലെസ്സിംഗ് എനിക്കുണ്ട്. പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻസ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെ പോയിട്ടില്ല. അപ്പോ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കാം. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് വേണ്ട മാതിരി മലയാള സിനിമ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്, അദ്ദേഹം എന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്തു. ഞാൻ പറയണ എനിക്ക് ആസ് ആൻ എന്താ പറയാ ഒരു ഫോക്കസ് ഫിലിംസിന്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാളത്തിൽ. ഇവിടെയൊക്കെ വന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്ത് കാണാം. അപ്പൊ അതല്ല കാര്യങ്ങൾ. എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനോട് ഇഴകി ചേർന്നിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഒരു ഫാമിലി ലൈഫ് ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇഴകി ചേർന്ന്. അപ്പൊ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെപ്പോലും വളരെ അരുണാണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അത് ഒരിക്കലും അദ്ദേഹത്തിനോട് മുഖത്ത് നോക്കി പ്രസന്റിക്കേണ്ട കാര്യമില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. ആൻഡ് സെയിം ടൈം രണ്ട് വാക്ക് ഇതിൽ എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാറുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിൽ സൂട്ടാവുന്ന ഒരാളെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സലീം കുമാർ. വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിൽ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത് ജോണി ആന്റണി, പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് വസിഷ്ഠനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചു. ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും രഘുനാഥ് പലേരി ഞങ്ങളോട് സഹകരിച്ചു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അത് അവർക്ക് താങ്ക്സ് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദിയിൽ പറയാതെ ഡെഫിനറ്റ്ലി സായി കുമാർ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോള്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റാർട്ടഡ് ആണ്. അതാണ് ഈ സിനിമ. പക്ഷെ എല്ലാവരും അതിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ അവര് ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിന് ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിനെ വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ബേസിക്കലി ഇന്ദ്രേട്ടനെ ശരിക്കും ലൈക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് ബേസിക്കലി ഐ തിങ്ക് ഇന്ദ്രേട്ടൻ ഓൾസോ ലൈക്സ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് റോൾസ്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഹീസ് ബേസിക്കലി എ വെരി ഹാപ്പി പേഴ്സൺ. അല്ലെങ്കിൽ പറയുന്ന പോലെ കുറച്ച് ഹാപ്പിയായി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ ലൈക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തിങ്ക് മാരിവിൽ ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക, ഇന്ദ്രേട്ടന്റെ ഒരു ന്യൂ പോർട്രയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവി ആയിരിക്കും മാരിവിൽ.
അതിൽ നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല. അപ്പോ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ ഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം അതിന് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ലാംഗ്വേജ് ഇപ്പൊ മറ്റു രാജ്യങ്ങളിൽ ശരിക്കും മലയാളത്തിൽ പ്രൊഡ്യൂസറുകളുണ്ട്, മലയാളം പ്രാധാന്യം കുറയും. ശരിക്കും അതൊരു ഒരു അളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. നല്ല സിനിമകൾ ഇവിടെ ഓടും, അതിപ്പോ 100 തിയേറ്റർ ആണെങ്കിലും 200 തിയേറ്റർ ആണെങ്കിലും 1000 തിയേറ്റർ ആണെങ്കിലും ഓടും. പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം. സിനിമ എന്ന് പറയുന്നത് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിമിറ്റ് ഇല്ലേ? ഇല്ലാത്തത്. അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ ഇപ്പം സിയാദിക്കെ പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസും അസോസിയേഷൻസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് സിയാദിക. ഞാനിതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ തരാനില്ല. ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, കോൺട്രവേഴ്സിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാനത് സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഇപ്പൊ ഇന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം, ഉണ്ടായേ പറ്റും. അതിലുപരിയായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ക്യാരക്ടറിൽ ഈ സിനിമയുടെ നരേഷൻ വിൻസിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റേ അരുണും പ്രമോദും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചെറിയ സിനിമയെ പറ്റിയാണ്. രേഖ എന്ന് പറഞ്ഞ ഒരു പടം, അത് ഞാൻ കണ്ടിരുന്നു. അതിൽ വിൻസിയുടെ പെർഫോമൻസ് ആണ് ഇതിന്റെ ഇൻസ്പിറേഷൻ. ബിക്കോസ് അപ്പൊ ചെറിയ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയില്ല. സിനിമ ഓടുമ്പോഴത്തേക്കും അത് വലിയ സിനിമയായി മാറുന്നു. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ മാതിരി ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിന്റെ ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുണ്ട്. പക്ഷെ അതിന്റെ കോണ്ടന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ ഡയറക്ടർ എന്നെ മെയിൻ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു, അതിന്റെ നായകൻ ആയിട്ട് വരുന്നു, വേറൊരു പെൺകുട്ടി ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി, ഇതുവരെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ ഹീറോയിനാക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവണതയല്ല. സിനിമ ഇസ് വലിയൊരു പാഷനും വലിയൊരു സ്റ്റഡിയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അത് സിമ്പിളായിട്ട് കണ്ടുകൊണ്ടും വരുന്ന സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരുപക്ഷെ അത് അന്ന് ഓടിയിട്ടുണ്ട്. 10 കമാൻഡ്മെന്റ്സ് ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും ഒക്കെ അന്ന് ഓടിയിട്ടുണ്ട് സിനിമ, ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമ. പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷെ അതിനോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റേ
തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിന്റെ ഒരു നേച്ചറിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം. അല്ല കുറെ ആൾക്കാരെ കൂട്ടി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ട. ആദ്യം ഒരു പ്രൊഡ്യൂസറിന്റെ ഏറ്റവും വലിയ കടമയാണ് വാട്ട് ഈസ് സിനിമ എന്ന് പറയുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച മാതിരി, എന്റെ ഡയറക്ടർ സൂചിപ്പിച്ച മാതിരി, പപ്പേട്ടനാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും ഭരതനേട്ടനാണെങ്കിലും ഇവരൊക്കെ മികച്ച സിനിമകൾ ഉണ്ടാക്കിയവരാണ്. അവരൊരു സ്ക്രിപ്റ്റിങ്ങിൽ കൂടെ, അവരുടെ വായനകളിലൂടെ. എം ടി വാസുദേവൻ അദ്ദേഹത്തിന് വായന കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു ദിവസം കാലത്തെ സ്ക്രിപ്റ്റായിട്ട് ഇറങ്ങിത്തിരിക്കണല്ല. ഞാനിത് പറയാൻ കാരണം, ഒരു പൊതുവേദിയിൽ ഇത് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ആവശ്യമില്ല. പക്ഷെ പലരും കഥ പറയാനായിട്ട് വരാറുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന കഥ ഒട്ടും വിശ്വസനീയമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയാസ് എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക കഥ കേട്ടിട്ട് എങ്ങനെ അവരുടെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടതെന്ന് നിങ്ങളുടെ സജഷനോട് കൂടിയ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്റെ പൊരുള് മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് ആക്ച്വലി എംപുരാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്. US-ലാണ്. അപ്പോൾ അതിന്റെ നാളെ എംബസിയിൽ അപ്പോയിന്റ്മെന്റ് 7:15 എന്റെ ഫ്ലൈറ്റ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ, എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോവാണ്. അത് പറയണോ? എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംപുരാൻ. അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ്, ബഡ്ജറ്റ് വൈസ്, എല്ലാ രീതിയിലും. ഓൾറെഡി ഇപ്പൊ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK-ൽ ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂൾ US-ൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്തത്. അപ്പോ സത്യാന്വേഷണം നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിബഡി. താങ്ക് യു. അത് ഉടനെ ഇല്ല, തീർച്ചയായിട്ടും അതിന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലൊരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഞെട്ടിക്കണോ? ഒരു ബോംബ് നോക്കട്ടെ, ഞെട്ടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.